السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. الله أكبر الله أكبر الله أكبر، لا إله إلا الله والله أكبر، അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഈ ബലിപ്പെരുന്നാളിൻ്റെ സുപ്രഭാതത്തിൽ എല്ലാവർക്കും ഊഷ്മളമായ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ പെരുന്നാൾ ആഘോഷിക്കുവാനും ജീവിക്കുവാനുമുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബലിപ്പെരുന്നാൾ നടക്കുന്നത് ഹജ്ജിന്റെ പശ്ചാത്തലത്തിലാണ്. മക്കയിൽ ഏതാണ്ട് 20 ലക്ഷത്തോളം ഹാജിമാർ ഒരുമിച്ചുകൂടി ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ പാഠം ഹജ്ജ് ഏകമാനവികതയുടെ സന്ദേശമാണ് എന്നതാണ്. മനുഷ്യ സമത്വത്തിൻ്റെ സന്ദേശമാണ് എന്നതാണ്. ആ സന്ദേശത്തിന്, ആ പാഠത്തിന് ഇന്ന് ഈ കാലത്ത് ഏറെ പ്രസക്തിയുണ്ട്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് വേളയിൽ അറഫയിലും മിനായിലും വെച്ച് മനുഷ്യലോകത്തെ വിളിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടല്ല, വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ടുമല്ല, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രഭാഷണങ്ങൾ അത് മുഴുവനും മനുഷ്യർക്കിടയിൽ നിലനിൽക്കേണ്ട ഐക്യവും സ്നേഹവും സാഹോദര്യവും മാനവികതയും പ്രഖ്യാപിക്കുന്നതായിരുന്നു. ഈ പെരുന്നാൾ നമുക്കിടയിൽ അത്തരത്തിലുള്ള സമാധാനത്തിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ ഉള്ള ഒരു അസുലഭ അവസരമായി നാം ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടി നാം പ്രവർത്തിക്കുകയും ചെയ്യണം. പെരുന്നാൾ സുദിനത്തിൽ നാം ഏറ്റവും അധികം പറയുന്നത് തക്ബീർ ധ്വനികളാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഈ തക്ബീർ ധ്വനികളാണ് ലോകമെമ്പാടും ഈ പെരുന്നാൾ ദിവസങ്ങളിൽ മുസ്ലിങ്ങൾ ഏറ്റവും അധികം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പെരുന്നാളിൻ്റെ സന്ദേശങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. എല്ലാ സ്തുതികളും എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അധികാരവും ആ അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ്, അള്ളാഹുവിലേക്കുള്ളതാണ് എന്നതാണ് ഈ പ്രഖ്യാപനം. നോക്കൂ, മനുഷ്യർക്കിടയിൽ ആരാണ് വലിയവൻ എന്ന് സ്ഥാപിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു.
വലിയ നിലക്കുള്ള ശ്രമങ്ങൾ, അത് രാഷ്ട്രങ്ങൾ തമ്മിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിൽ, മതസമൂഹങ്ങൾ തമ്മിൽ, ഭാഷാ സമൂഹങ്ങൾ തമ്മിൽ, സമുദായങ്ങൾ തമ്മിലൊക്കെ, അതുപോലെ വ്യക്തികൾ തമ്മിൽ ഒക്കെ തന്നെയും ആരാണ് വലിയവൻ? ഞാനാണോ അവനാണോ? ഞങ്ങളാണോ അവരാണോ വലിയവൻ? ആ വലിപ്പത്തരം സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടുള്ള കലഹമാണ്, അക്രമമാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ആരും വലിയവരല്ല. നമ്മളൊക്കെ ഏറ്റവും വലിയവനായ അള്ളാഹുവിന്റെ മുമ്പിൽ ചെറിയവരാണ്. നമ്മുടെ ആയുസ്സിന് തുടക്കവും ഒടുക്കവും ഉണ്ട്. ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള സമയം നിർണിതമാണ്. അതിനിടയിൽ നല്ല മനുഷ്യരായി സ്നേഹത്തോടുകൂടി എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അറഫ പ്രസംഗത്തിൽ ചൂഷണങ്ങൾക്കെതിരെ പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏറ്റവും വലിയ ചൂഷണം നടക്കുന്നത് ദൈവത്തിന്റെ പേരിലുള്ള ചൂഷണമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. അള്ളാഹു എന്നോ ദൈവമെന്നോ ഈശ്വരനെന്നോ പരബ്രഹ്മമെന്നോ ഗോഡ് എന്നോ ഹുദാ എന്നോ എന്ത് പേര് പറഞ്ഞാലും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചവൻ, മനുഷ്യർക്ക് ആയുസ്സും ആഹാരവും നൽകുന്നവൻ, മനുഷ്യർക്ക് ജീവനും മരണവും നൽകുന്നവൻ, ആ അള്ളാഹു, ആ ദൈവം ഏകനാണ്. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട്, ആ ദൈവത്തിന് മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് മനുഷ്യരുടെ ബാധ്യതയാണ്. എല്ലാ പ്രവാചകന്മാരും, എല്ലാ മതഗ്രന്ഥങ്ങളും, എല്ലാ ആത്മീയ നേതാക്കളും ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള സന്ദേശവും അത് തന്നെയാണ്. പക്ഷെ ഇടക്കാലത്ത് എന്തുണ്ടായി എന്നല്ലേ? ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഇടത്തട്ടു കേന്ദ്രങ്ങൾ ഉണ്ടായി, ഇടയാളന്മാരെ സ്ഥാപിച്ചു. അങ്ങനെ ആരാധനകൾ നേർക്കുനേരെ ദൈവത്തിലേക്ക് എത്തിക്കേണ്ടതിന് പകരം ഈ ഇടത്താവളങ്ങൾക്കും ഇടയാളന്മാർക്കും ആരാധനകൾ നൽകുകയും അവർക്ക് കാണിക്കയും നേർച്ചപ്പണവും നൽകുകയും അവരിലേക്ക് വഴിപാടുകൾ നടത്തുകയും അങ്ങനെ മനുഷ്യന്റെ എല്ലാ തിന്മകളും ഇത്തരത്തിലുള്ള ആളുകളാണ് ചെയ്യുന്നത് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾ, പ്രത്യേകിച്ച് പൗരോഹിത്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അങ്ങനെയാണ് മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും ആഭിചാരക്രിയകളും എല്ലാം മനുഷ്യർക്കിടയിൽ ഉടലെടുക്കുകയും മനുഷ്യരെ, അത്തരം കേന്ദ്രങ്ങളെയും ആളുകളെയും ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളാക്കി തീർക്കുകയും ചെയ്തിട്ടുള്ളത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം വളരെ കൃത്യമാണ്. സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ, ആഹാരം നൽകുന്നവൻ, ആയുസ് നൽകുന്നവൻ, എല്ലാ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാം നൽകുന്ന ആ സൃഷ്ടാവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവനെ മാത്രമാണ് വിളിച്ചു തേടേണ്ടത് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ സന്ദേശമാണ് ഈ ബലിപ്പെരുന്നാളിൽ ഏറ്റവും കൂടുതൽ നാം കേൾക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രവർത്തിച്ചതും ജീവിച്ചതും കഷ്ടപ്പെട്ടതും ആളുകളിൽ നിന്നും, നാട്ടുകാരിൽ നിന്നും, ഭരണാധികാരികളിൽ നിന്നും വലിയ എതിർപ്പുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നതും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പറഞ്ഞു കൊടുത്തതുകൊണ്ടാണ്. സമൂഹത്തോട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുഹന്നാസ്, ഇത് ഹജ്ജത്തുൽ വദായിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിൽ നിർവഹിച്ച ആ അന്ത്യപ്രസംഗമാണിത്. അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, അല്ലയോ ജനങ്ങളെ, ഇത് ലോകത്തോടുള്ള ഒരു പ്രഖ്യാപനമാണ്. നിങ്ങൾ എന്റെ വാക്കുകൾ കേൾക്കുക. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ബിഹാദൽ മൗഖിഫ് അബദ. ജനങ്ങളെ, എനിക്കറിയില്ല, ഞാൻ നിങ്ങളെ ഇവിടെ വെച്ച് ഇനി ഈ വർഷത്തിന് ശേഷം നിങ്ങളെ കണ്ടുമുട്ടുമെന്ന് എനിക്കുറപ്പില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണം, ഹജ്ജ് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനുഷ്യർക്കിടയിൽ രക്തം ചിന്താൻ പാടില്ല, ഒരാൾ മറ്റൊരാളുടെ സ്വത്ത് അപഹരിക്കാൻ പാടില്ല, ഒരാൾ മറ്റൊരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ പാടില്ല. അതെല്ലാം
ഈ ദിവസത്തിന്റെ പവിത്രത പോലെ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഈ നാടിന്റെ പവിത്രത പോലെ നിങ്ങൾ പവിത്രമായി കരുതണം. അയ്യുഹന്നാസ് ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും കഹുർമതി യൗമിക്കും ഹാദാ ഫീ ഷഹ്രിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. വളരെ കൃത്യമായി, വളരെ വ്യക്തമായി മനുഷ്യന്റെ രക്തവും മനുഷ്യന്റെ സ്വത്തും മനുഷ്യന്റെ അഭിമാനവും നിങ്ങൾ കാത്തുസൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എത്രമാത്രം പവിത്രമാണ് എന്നല്ലേ? മക്ക പ്രദേശത്തെ പോലെ, ദുൽഹജ്ജ് മാസത്തെ പോലെ, ഈ ഹജ്ജ് നടക്കുന്ന ഈ ദിവസങ്ങളെ പോലെ പരിശുദ്ധവും പവിത്രവുമായി മനുഷ്യന്റെ ഈ കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കണം എന്ന്. മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാ കാലത്തും ഉണ്ടായ ഒരു വലിയ ചൂഷണമാണ് റിബ, അതായത് പലിശ. മനുഷ്യൻ അത്യാവശ്യത്തിന് ആളുകളോട് കടം മേടിക്കുമ്പോൾ, ആളുകൾ കടം കൊടുക്കുമ്പോൾ അത് തിരിച്ചു വാങ്ങുന്ന സന്ദർഭത്തിൽ വാങ്ങിയതിനേക്കാൾ അധികം വാങ്ങുക എന്നതാണ് റിബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവിടെ വെച്ച് നിരോധിച്ചു, അവിടെ വെച്ച് അത് ദുർബലപ്പെടുത്തി. പലിശ വാങ്ങരുത് എന്ന് ആദ്യകാലത്ത് നിയമം വന്നിരുന്നു. എന്നാൽ പലിശ കൊടുക്കേണ്ടതില്ല എന്ന് അവസാനം ഈ ഹജ്ജത്തുൽ വദായിലാണ് പറയുന്നത്. അല വഇന്ന കുല്ല ഷൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യത്തി മൗദൂഅ. ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്ന എല്ലാ മോശമായ കാര്യങ്ങളെയും ഞാനിതാ നിരോധിക്കുന്നു, ദുർബലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അതിൽ ഒന്ന്, ഇന്ന അവ്വല ദമിൻ അളഉ മിൻ ദിമാഇന ദം ഇബ്നു റബീഅ ഇബ്നുൽ ഹാരിസ്. അതായത് ആളുകൾക്കിടയിൽ കലഹങ്ങളും കുഴപ്പങ്ങളും യുദ്ധങ്ങളും മാസങ്ങളും വർഷങ്ങളും പതിറ്റാണ്ടുകളും നീണ്ടു നിന്നിരുന്ന കുടിപ്പക ഗോത്രത്തിന്റെ വർഗത്തിന്റെ ഒക്കെ പേരിൽ ഉണ്ടായിരുന്നു. അത് ഇനി പാടില്ല. നമ്മൾ മുമ്പെന്നോ കഴിഞ്ഞുപോയ പ്രശ്നങ്ങൾ ഊതിവീർപ്പിച്ച് വലുതാക്കി ഇനിയും നാം പരസ്പരം കഴുത്തറുത്തുകൂടാ. അതുകൊണ്ട് അത്തരത്തിലുള്ള രക്തപ്പക ഞാനിത് അവസാനിപ്പിക്കുന്നു. അത് ആദ്യം അവസാനിപ്പിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഇബ്നു റബീഅത്ത് ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ആളുടെ ആ രക്തമാണ്, അല്ലെങ്കിൽ ആ രക്തത്തിന്റെ പേരിൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതിന്റെ പേരിലുള്ള ആ പകയാണ് തീർത്തത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കുടുംബത്തോട് അക്രമം ചെയ്ത, ഞങ്ങളിൽപ്പെട്ട ഒരാളെ വധിച്ചത്, അതിന് പകരം ചോദിക്കുക എന്നത് ഇതോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നു. പിന്നെ പറഞ്ഞ കാര്യം, ഇന്ന കുല്ല റിബ മൗദൂഉൻ വലക്കും റൂസു അംവാലിക്കും. എല്ലാ റിബയും പലിശയും ഇതാ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. ലാ തുദ്ലമൂന വലാ തദ്ലിമൂൻ വഇന്ന അവ്വല റിബ അളഉ റിബ അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ഫഇന്നഹു മൗദൂഉൻ കുല്ലുഹു. അതായത് എല്ലാ പലിശയും ഇനി മേലിൽ ആരും ആർക്കും പലിശ കൊടുക്കരുത്, ആരും ആരോടും പലിശ വാങ്ങുകയും അരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തന്റെ പിതൃ സഹോദരനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്, അദ്ദേഹം ഒരു പലിശ കച്ചവടക്കാരനായിരുന്നു, അദ്ദേഹത്തിന് നൽകാനുള്ള പലിശ ഇതാ ഞാൻ ദുർബലപ്പെടുത്തിയിരിക്കുന്നു, അതിനി ആരും കൊടുക്കേണ്ടതില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. ഞാനിതാ എന്റെ കാലുകൊണ്ടത് ചവിട്ടിത്താഴ്ത്തിയിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അതിൽ മറ്റൊരു പോയിന്റ് കൂടി നാം മനസ്സിലാക്കണം. നമ്മളൊക്കെ നല്ല കാര്യങ്ങൾ ആളുകളോട് പറയുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുക മാത്രമല്ല, സ്വന്തത്തിൽ നിന്ന് ആരംഭിച്ചു എന്നതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ കൊന്നതിന് ഇവിടെ നിലനിൽക്കുന്ന കുടിപ്പക, രക്തപ്പക, അത് ഞങ്ങൾ ഇതാ ദുർബലപ്പെടുത്തി, ഇപ്പോൾ ഇതാ ഇനി വേണ്ടെന്ന് വെച്ചു. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വന്തം പിതൃ സഹോദരന് കിട്ടേണ്ട പലിശ വേണ്ട എന്ന് വെച്ചു. ഇതേപോലെ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്ത് ശേഖരിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് എനിക്കോ എന്റെ കുടുംബത്തിനോ ഹറാമാണ് എന്ന് പറഞ്ഞാൽ, അധികാരം കയ്യിൽ കിട്ടുന്ന സന്ദർഭത്തിൽ സ്വന്തത്തിനും സ്വന്തം കുടുംബത്തിനും സ്വന്തം പാർട്ടിക്കും സ്വന്തം ആളുകൾക്കും വേണ്ടി സമ്പാദിക്കുമല്ല
സ്വന്തത്തിന് അതൊന്നും പാടില്ല എന്ന ഒരു സമീപനമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ച് പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞു മനുഷ്യ സമത്വം. യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്. ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവ് ഒരുവനാണ്, നിങ്ങളുടെ പിതാവ് ഒരുവനാണ്. അലാ ലാ ഫളല ലിഅറബിയ്യിൻ അലാ അഅ്ജമിയ്യിൻ. ഒരു അറബി വംശജന് അറബി അല്ലാത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ ലിഅഅ്ജമിയ്യിൻ അലാ അറബിയ്യിൻ. അറബി അല്ലാത്ത ഒരാൾക്ക് അറബിയെക്കാളും ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ ലിഅബിയള അലാ അസ്വദ. വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ. അവന്റെ മനസ്സിലുള്ള തഖ്വ കൊണ്ടല്ലാതെ എന്ന്. ധർമ്മനിഷ്ഠയുള്ള ജീവിതം കൊണ്ടാണ് ആളുകളുടെ മഹത്വവും ശ്രേഷ്ഠതയും കണക്കാക്കേണ്ടത്. വംശത്തിന്റെയും കുലത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിലല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. നിങ്ങൾക്കറിയാം, ലോകത്തിന് വർണ്ണ വെറിക്കെതിരെ പ്രവർത്തിച്ചവരും പ്രസംഗിച്ചവരും ധാരാളമുണ്ട്. ഗാന്ധിജി ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് കറുത്ത വർഗക്കാർക്ക് മനുഷ്യരെപ്പോലെ ജീവിക്കുവാനുള്ള അവകാശം നേടിയെടുക്കാനായിരുന്നു. മാർട്ടിൻ ലൂതർ ജൂനിയർ നടത്തിയ ഒരു സുപ്രസിദ്ധമായ പ്രഭാഷണമുണ്ട്. ഐ ഹാവ് എ ഡ്രീം എന്ന് പലതവണ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്കൊരു സ്വപ്നമുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു സ്വപ്നം, കറുത്ത വർഗത്തിൽപ്പെട്ട മക്കൾ വെളുത്ത വർഗത്തിൽപ്പെട്ട മക്കളോടുകൂടി കൈകോർത്ത് നടക്കുന്ന രംഗം കാണുക എന്നത് എന്റെ ഒരു ഡ്രീമാണ് എന്നാണ്, ഒരു സ്വപ്നമാണ് എന്നാണ്. നാം ആലോചിക്കണം, 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും നാം കേൾക്കുന്നത് വർണ്ണവെറിക്കെതിരിലുള്ള ചില പോരാട്ടങ്ങളാണ്, വർണ്ണവിവേചനത്തിനെതിരിലുള്ള സമരങ്ങളാണ്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാപ്രവാചകന്റെ അനുസ്മരണ പുതുക്കുന്ന പരിശുദ്ധ ഹജ്ജ് വേളയിൽ അറഫായിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അറബിയല്ലാത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു പ്രത്യേകതയുമില്ല എന്ന്. ഇതാണ് നമ്മളൊന്നാണ്. ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ സൃഷ്ടാവ് ഒരുത്തനാണ്. വഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒരാളാണ്. ഖുർആൻ പറഞ്ഞു, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളൊക്കെ നാം സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. അതുകൊണ്ട് ആ ഏകോദര സാഹോദര്യം കാത്തു സൂക്ഷിക്കണം. ഒരു ഹദീസിൽ ഉണ്ട്, കുല്ലുക്കും ലി ആദം, നിങ്ങളൊക്കെ ആദമിൽ നിന്നുണ്ടായവരാണ്. ആദ്യ പിതാവ് ആദമാണ്, ആദ്യത്തെ മാതാവ് ഹവ്വായാണ്. ആ ആദമിന്റെയും ഹവ്വായിന്റെയും മക്കളാണ് ഈ ലോകത്തുള്ള എല്ലാവരും. അതിൽ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും, അതിൽ അറബികളും ഇന്ത്യക്കാരും അമേരിക്കക്കാരും മറ്റുള്ളവരും, അതിൽ വിവിധ വർണ്ണത്തിലുള്ളവരും വിവിധ ഭാഷ സംസാരിക്കുന്നവരും എല്ലാം കുല്ലുക്കും ലി ആദം, നിങ്ങളൊക്കെ ആദമിൽ നിന്നുള്ളവരാണ്. നമ്മളെല്ലാവരും സഹോദരങ്ങളാണ് എന്ന് നമ്മുടെ ജീവിതം കൊണ്ട് നാം തെളിയിക്കേണ്ടതാണ്. ആരും ആരെയും വെറുക്കരുത്, ആരും ആരെയും ഉപദ്രവിക്കരുത്, ആരും ആരെയും ആട്ടിപ്പുറത്താക്കരുത്. ഈ ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാവരുടേതുമാണ് ഈ ഭൂമി. നമ്മുടെ രാജ്യത്തും നാം അത് പ്രത്യേകം പറയേണ്ടതാണ്. ഈ രാജ്യം, നമ്മുടെ ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ്. ഇന്ത്യ രാജ്യം ഇന്ത്യക്കാരുടേതാണ്. ഫ്രാൻസ് ഫ്രഞ്ചുകാരുടേതാണ്. ഫലസ്തീൻ ഫലസ്തീനികളുടേതാണ്. അതുപോലെ ഇന്ത്യ ഇന്ത്യക്കാരുടേതാണ്. ഇന്ത്യക്കാരിൽ പലരുമുണ്ട്. ഇവിടെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പാർസി മതക്കാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, പല മതക്കാരുമുണ്ട്. ഒരു മതവും ഇല്ലാത്തവരുമുണ്ട്. നമ്മളെല്ലാവരും ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ്. നമ്മളെല്ലാവരും ഒരേ സൃഷ്ടാവിന്റെ സൃഷ്ടികളാണ്. നമ്മളെല്ലാവരും ഈ ഇന്ത്യ മഹാരാജ്യത്തെ പൗരന്മാരാണ് എന്ന നിലക്കാണ് നാം ഇവിടെ ജീവിച്ചു പോരേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചാൽ ഇപ്പോൾ നാം കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും തീർക്കാൻ കഴിയും. നോക്കൂ, ഇന്ന് ലോകം വലിയ പ്രതിസന്ധിയിലാണ്. മധ്യപൗരസ്ത്യ ദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തിന്റെ കാരണക്കാർ ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇസ്രായേലും അമേരിക്കയുമാണ്.
ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു അതിർത്തി പോലും ഇല്ലാത്ത പ്രദേശമാണ് ഈ രാജ്യങ്ങൾ. ഇപ്പോൾ യുദ്ധം നടക്കുന്ന മധ്യപൗരസ്ത്യ ദേശത്തെ അല്ലെങ്കിൽ ഗൾഫിലെ രാജ്യങ്ങൾ എന്നറിയാം. പക്ഷേ അക്രമികളായ ആ വിഭാഗം ആളുകൾ, ഈ അമേരിക്കയിലെയും ഇസ്രായേലിലെയും അക്രമികളായ ഭരണാധികാരികൾ, അവരാണ് ഈ മനുഷ്യരെ കൊന്നൊടുക്കുന്നതും ബോംബിട്ട് തകർക്കുന്നതും എല്ലാം നശിപ്പിച്ചു കളയുന്നതും. ആ ഒരു കാര്യം ലോകത്തോട് വിളിച്ചു പറയാൻ ഇന്നേ ദിവസം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മർദ്ദിത സമൂഹത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടതുമുണ്ട്. ലോകത്തുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന, മർദ്ദനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് പെരുന്നാൾ സന്തോഷത്തിന്റെ ദിവസമാണ്. സന്തോഷം പങ്കുവെക്കുന്നത് നമ്മൾ ഇതുപോലെ പെരുന്നാൾ ദിവസത്തിൽ ഈദ്ഗാഹുകളിലും പള്ളികളിലും ഒരുമിച്ച് കൂടിക്കൊണ്ടാണ്. ഈ ദിവസം നമ്മൾ എല്ലാവരും ഈ പെരുന്നാൾ നമസ്കാരത്തിലാണ്. പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമൊക്കെ നാം ഓർക്കണം, ഇങ്ങനെ വരാൻ കഴിയാത്ത എത്രയോ ആളുകളുണ്ട്. കഴിഞ്ഞ പെരുന്നാളിന് ഇങ്ങോട്ട് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ എത്രയോ ആളുകളുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഗുരുനാഥന്മാർ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾ, അയൽവാസികൾ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ പലരോഗ ജീവിതം അല്ലാഹു തആല സന്തോഷകരമാക്കി തീർക്കുമാറാവട്ടെ. ഈ പെരുന്നാളിൽ പോലും ഒന്ന് പള്ളിയിൽ പോവാൻ, ഒന്ന് ഈദ്ഗാഹിൽ പോവാൻ കഴിയാത്ത വിധം വീടുകളിലും ആശുപത്രികളിലും രോഗികളായി പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. വളരെ വിഷമിക്കുന്നവരുണ്ട്. പലരും ഇവിടെ വെച്ച് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം അല്ലാഹു തആല എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ബലിപ്പെരുന്നാൾ ദിവസം, ബലിപ്പെരുന്നാൾ ഈദുൽ അദ്ഹ എന്ന് പേര് വന്നിട്ടുള്ളത് തന്നെ ബലിയറുക്കുന്ന ഒരു ദിവസമാണ്. പെരുന്നാൾ ദിവസവും അയ്യാമുത്ത് തശ്രീഖിന്റെ 3 ദിവസവും. അതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടത്, പ്രിയപ്പെട്ടത് അള്ളാഹുവിന് സമർപ്പിക്കുക എന്നതാണ് അതിൽ ഒന്ന്. മറ്റൊന്ന്, ഇവിടെയുള്ള സാധാരണക്കാർക്കും പാവങ്ങൾക്കും ഏറ്റവും വിശിഷ്ടമായ പോഷകസമ്പന്നമായ ഭക്ഷണം നൽകുവാൻ സാധിക്കുന്നു എന്നതാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉളഹിയത്തിന്റെ മാംസം കൊടുത്തയക്കുമ്പോൾ നമുക്കിടയിലുള്ള ബഹുമാനവും സ്നേഹവും ഊട്ടിയുറപ്പിക്കുവാനും അതുകൊണ്ട് സാധിക്കും. അക്കാര്യങ്ങളും പ്രത്യേകം ഉണർത്തുകയാണ്. ഉളഹിയത്ത് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മളാണത് ചെയ്യേണ്ടത്, നമ്മുടെ കൈകൊണ്ടാണ് അത് ചെയ്യേണ്ടത്. ഏറ്റവും ചുരുങ്ങിയത് അത് നടത്തുന്ന സ്ഥലത്ത് നമ്മൾ ഹാജരുണ്ടാവുക എന്നതും അതിൽ നിന്ന് അല്പമെങ്കിലും നമ്മളും ഭക്ഷിക്കുക എന്നതും അതിൻ്റെ സുന്നത്ത കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. ബലി നടത്തുന്നതോടുകൂടി മറ്റാർക്കും ഒരു ശല്യവും ഉണ്ടാവരുത്, ആർക്കും പ്രയാസങ്ങൾ ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെ പരസ്യമായ സ്ഥലങ്ങളിൽ വെച്ചോ ആളുകളുടെ മുമ്പിൽ വെച്ചോ വളരെ മോശമായ നിലയിൽ ബലി നടത്തരുത്. ബലി മൃഗത്തിന്റെ അവശിഷ്ടങ്ങൾ പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയരുത്. ഇതൊക്കെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന മുസ്ലിം സംഘടനാ നേതാക്കളും പണ്ഡിതന്മാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ബലി നടത്തുന്നത് നിരോധിച്ച സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ട മൃഗങ്ങളെ അവിടെ വെച്ച് ബലി നടത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും ജംഇയ്യത്തുൽ ഉലമായെ പോലെ, ജംഇയ്യത്ത് അഹ്ലെ ഹദീസിനെ പോലെ, അതുപോലെ വലിയ വലിയ സംഘങ്ങൾ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ഒക്കെയുള്ള വലിയ സംഘങ്ങളുടെ മുതിർന്ന നേതാക്കന്മാർ ഇന്നലെയും മിനിയാന്നുമായി ഇന്ത്യൻ മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രദേശത്ത് മാടിനെ അറുക്കാൻ പാടില്ല എന്നാണ് നിയമമെങ്കിൽ അവിടെ മാടിനെ അറുക്കണ്ട, അവിടെ ആടിനെ അറുത്താൽ മതി. അതിന്റെ പേരിൽ ഇവിടെ ജീവിതത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യരുത് എന്ന്. ഏറ്റവും പ്രധാനം നമ്മുടെ ആത്മാർത്ഥതയാണ്. നമ്മൾ അറുക്കുന്ന മൃഗത്തിന്റെ രക്തവും മാംസവും അല്ല അള്ളാഹുലേക്ക് എത്തുക. അള്ളാഹുവിലേക്ക് ബലിമൃഗത്തിന്റെ മാംസവും രക്തവും അല്ല എത്തുക. വലാകിൻ യനാലുഹു തഖ്വ മിൻകും, നിങ്ങളിലുള്ള തഖ്വ, നിങ്ങളുടെ മനസ്സിലുള്ള സൂക്ഷ്മത, ഭയഭക്തി, അതാണ് അള്ളാഹുവിലേക്ക് എത്തുക എന്നും ഈ സന്ദർഭത്തിൽ നാം പ്രത്യേകം ഓർക്കണം.
ഈ പെരുന്നാൾ സുദിനത്തിൽ പെരുന്നാൾ ആഘോഷിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നമ്മൾ നമ്മുടെ ഇണകളും കുഞ്ഞുങ്ങളുമായി സമയം ചെലവഴിക്കണം, അവരോടൊപ്പം അയൽപ്പക്കങ്ങൾ സന്ദർശിക്കണം, നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികളെയും മുതിർന്ന പൗരന്മാരെയും നാം ചെന്ന് സന്ദർശിക്കണം, മറ്റ് മതങ്ങളിൽപ്പെട്ട ആളുകളെ ക്ഷണിച്ചു വരുത്തണം, അവരെ പോയി കാണണം, പരസ്പരം ഈദ് ആശംസകൾ നേരണം. ഇതൊക്കെ ഈ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ളതാണ്. എന്നാൽ ഓർക്കേണ്ട ഒരു കാര്യം, പെരുന്നാളിന്റെ പേരിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്യരുത്. ദീനിൽ വിലക്കിയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ആസ്വാദനമാണ്, പെരുന്നാളാണ്, പെരുന്നാളിന്റെ സന്തോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാം ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ലോകത്ത് ശാന്തിയും സമാധാനത്തോടും കൂടി ജീവിക്കുവാൻ എല്ലാ മനുഷ്യരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.